ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് ഫ്രൈഡ് ബനാന ബോൾസ്. ഏത്തപ്പഴം, അതായത് നമ്മുടെ നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല രുചിയുള്ള ഒരു സ്നാക്കാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 ഏത്തപ്പഴം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ നല്ല പോലെ പഴുത്ത ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസിപ്പിക്ക് സൂപ്പറാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു 1/4 കപ്പോളം ചിരകിയ തേങ്ങ വേണം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പോളം പഞ്ചസാര വേണം. പഞ്ചസാര ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ശർക്കര ആയാലും എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഏലക്കായും കൂടെ വേണം. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. പാൻ നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാട്ടോ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ ചെറിയ പീസസ് ഉണ്ടല്ലോ, അതിട്ടിട്ട് നമുക്കിത് നല്ല പോലെ ഈ നെയ്യിലിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പഴമൊക്കെ അത്യാവശ്യം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പഴവും തേങ്ങയും കൂട്ടി നെയ്യിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റോളം മതിയാവും കേട്ടോ. ഇപ്പം നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്കായ പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നമ്മുടെ പഴത്തിന്റെ കൂടെ ചേർന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഫില്ലിംഗ് ഇപ്പൊ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴത്തിന്റെ മിക്സ് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം കേട്ടോ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കാഷ്നട്ടും റൈസിൻസും ഒക്കെ വേണമെങ്കിൽ വറുത്തിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. നമ്മളിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല പോലെ ഒരു ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയാലും കൊടുത്താൽ മതി, അവർ കഴിച്ചോണം. അത്ര ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതൊന്നും ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 1 കപ്പോളം ഗോതമ്പ് പൊടി ആദ്യം തന്നെ എടുക്കാം. ഗോതമ്പ് പൊടിയുടെ പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ മൈദപ്പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു സ്മൂത്ത് ബാറ്റർ ആക്കിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീരെ കട്ടയില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ കുറേശ്ശെയായിട്ട് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദോശമാവിന്റെ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി വേറൊരു ചട്ടി വെച്ച് അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ല പോലെ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള ആ ബോൾസ് ഈ മാവിൽ ഒന്ന് മുക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് കോട്ടായി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഒരേ സമയം ഒരു 4 എണ്ണയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിവിടെ കുഞ്ഞി ചട്ടിയിലായതുകൊണ്ടാട്ടോ ഈ ഒരു ഷേപ്പ് കിട്ടുന്നത്. ശരിക്കും നല്ല എണ്ണയിൽ മുക്കി വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിത് മറിച്ചിട്ടിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അങ്ങനെ നമ്മളുടെ ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിലുള്ള ബോൾസ് ആണ് കേട്ടോ. നമ്മളിവിടെ മൈദയൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതേപോലെ നേന്ത്രപ്പഴമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. അവർക്കൊക്കെ ഈ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും കൊടുക്കണതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളോട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.